യെരമ്യാ പ്രവചനം 6-ാം അധ്യായം 8 മുതൽ 10 വരെ ഒരു വാക്യങ്ങൾ ആരെങ്കിലും ഒരാൾ ശബ്ദമുയർത്തി ഒന്ന് വായിച്ചാട്ടെ. യെരമ്യാ नबी के पुस्तक 6वें अध्याय 8 से लेकर 10वीं आयत तक कोई एक हालेलुया. मलयालम में हिंदी पढ़ने का टाइम नहीं है, इसलिए मलयालम में आवाज उठा के पढ़ेंगे. യെരൂശലേമേ, എന്റെ ഉള്ളം നിന്നെ വിട്ടുപിരിയാതെയും ഞാൻ നിന്നെ ശൂന്യവും നിർജ്ജന പ്രദേശവും ആക്കാതെയും ഇരിക്കേണ്ടതിന് ഉപദേശം കൈക്കൊള്ളുക. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേലിന്റെ ശേഷിപ്പിനെ മുന്തിരിപ്പഴം പോലെ അരിച്ചു പറിക്കും. മുന്തിരിപ്പഴം പറിക്കുന്നവനെ പോലെ നിന്റെ കൈ വീണ്ടും വള്ളികളിലേക്ക് നീട്ടുക. അവർ കേൾപ്പാൻ തക്കവണ്ണം ഞാൻ ആരോട് സംസാരിച്ച് സാക്ഷീകരിക്കേണ്ടു? അവരുടെ ചെവിക്ക് പരിച്ഛേദന ഇല്ലായകിയാൽ ശ്രദ്ധിപ്പാൻ അവർക്ക് കഴിയുകയില്ല. യഹോവയുടെ വചനം അവർക്ക് നിന്ദയായിരിക്കുന്നു, അവർക്കതിൽ ഇഷ്ടമില്ല. മതി. ഇസ്രായേലിനെ പറ്റി പറയുകയാണ്. ഇസ്രായേൽ ദൈവത്തെ വിട്ട് യാത്ര ചെയ്യുമ്പോൾ അവരെ മടങ്ങി വരുവാൻ ദൈവം അവർക്കൊരു അവസരം നൽകി കൊടുത്തിട്ട് അവരോട് പറയുകയാണ്, യെരൂശലേമേ, എൻ്റെ ഉള്ളം നിന്നെ വിട്ട് പിരിയാതെയും ഞാൻ നിന്നെ ശൂന്യവും നിർജ്ജന പ്രദേശവും ആക്കാതെയും ഇരിക്കേണ്ടതിന് ഉപദേശം കൈക്കൊള്ളുക. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ദൈവജനത്തിന് പൊതുവെ മനുഷ്യർക്ക് ഉപദേശം കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്. എന്നെ ഉപദേശിക്കാൻ വരുന്നു, എന്നെ പഠിക്കുക, എനിക്കെല്ലാം അറിയാം എന്നുള്ള ഒരു ചിന്തയിലാണ് ഇന്ന് പൊതുവെ മനുഷ്യർ. അത് ദൈവസഭയ്ക്കകത്തും ഇല്ലാതെ ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം അത്യാവശ്യം എല്ലാവർക്കും വചനം അറിയാം, അത്യാവശ്യം വായിക്കാനും എഴുതാനും അറിയാം, അത്യാവശ്യം കാശുണ്ട്, കുഴപ്പങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ആരും എന്നെ എന്ത് ചെയ്യേണ്ട, ഉപദേശിക്കേണ്ട എന്നുള്ള ഒരു ചിന്തയിലാണ് ഇന്ന് പൊതുവെ ജനം. എന്നാൽ ദൈവസഭയെ കുറിച്ച് പഠിക്കുമ്പോൾ ദൈവസഭ ഈസ് ഓൾവേസ് അണ്ടർ ഡിസൈപ്പിൾഷിപ്പ്. ഒരു ശിഷ്യത്വത്തിലാണ് ദൈവസഭ നടക്കേണ്ടത്, വളരേണ്ടത്. അല്ലെങ്കിൽ സഭ വളരുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ഇസ്രായേൽ മക്കളെ കുറിച്ച് പറയുകയാണ്, ഹല്ലേലൂയ, സ്തോത്രം, ഉപദേശം കൈക്കൊള്ളുക. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേലിന്റെ ശേഷിപ്പിനെ മുന്തിരിപ്പഴം പോലെ അരിച്ചെന്ത് ചെയ്യും? പറിക്കും. മുന്തിരിപ്പഴം പറിക്കുന്നത് പോലെ നിന്റെ കൈ വീണ്ടും വള്ളിയിലേക്ക് നീട്ടുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർ കേൾപ്പാൻ തക്കവണ്ണം ഞാൻ ആരോട് സംസാരിച്ച് സാക്ഷീകരിക്കേണ്ടു? അവരുടെ ചെവിക്ക് പരിച്ഛേദന ഇല്ലായകയാൽ ശ്രദ്ധിപ്പാൻ അവർക്ക് കഴിയുകയില്ല. ശ്രദ്ധിപ്പാൻ കഴിയാത്തതിന്റെ കാരണം എന്താണ്? അവരുടെ ചെവിക്ക് എന്ത് ചെയ്തില്ല? പരിച്ഛേദന. ഫിസിക്കലായിട്ടുള്ളതല്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഫിസിക്കലായിട്ടുള്ള പരിച്ഛേദനയല്ല, ആത്മീകമായി ഒരു പരിച്ഛേദന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഫിസിക്കലായിട്ടാണെങ്കിൽ നമ്മുടെ സഹോദരിമാരെ വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് എല്ലാവരും പരിച്ഛേദന ഏറ്റവരാ അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇല്ലയോ? സഹോദരിമാരെ വിശ്വാസി വരുന്നതിന് മുമ്പാണെങ്കിൽ നിങ്ങളുടെ ചെവി എല്ലാം പരിച്ഛേദന ഏറ്റതല്ലേ? കിഴുത്ത വിട്ടിട്ടില്ലയോ? പ്രൈസ് ദി ലോർഡ്. നോക്കുന്ന കണ്ടെത്തുന്നു ആരും നിങ്ങളൊരു സംഭവമേ അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങളൊന്ന് സന്തോഷിക്കുക, ദൈവസന്നിധിയിൽ ദൈവസ്ഥലൊന്ന് ആരാധിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു പ്രസംഗം കേൾക്കാനല്ല ഇരിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് കഴിവൊന്നുമില്ല, വലിയ കഴിവൊന്നുമില്ല. ദൈവത്തിന്റെ ആത്മാവ് തരുന്നത് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. അത് ഏറ്റെടുക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ പരിച്ഛേദന എന്ന് പറയുന്നത് ഫിസിക്കലായിട്ടുള്ള പരിച്ഛേദനയല്ല, ആത്മീകമായി. പ്രൈസ്. എന്നാൽ പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോൾ പഴയ നിയമത്തിൽ എന്തുണ്ട്? ഒരു പരിച്ഛേദന ഫിസിക്കലായിട്ടുണ്ട്, ചെവിയുടെ പരിച്ഛേദനയുണ്ട്. പ്രൈസ് ദി ലോർഡ്. എപ്പോഴാണ് അറിയാമോ? ആർക്കെങ്കിലും അറിയാവോ എപ്പോഴാണ് ചെവി കിഴിക്കുന്നറിയാവോ? അല്ല, പഴയ നിയമത്തിനൊരു വ്യവസ്ഥയുണ്ട്. അല്ല, അടിമയായ ഒരു വ്യക്തി ഇസ്രായേലിന്റെ ഭവനത്തിൽ കടന്നു വരുമ്പോൾ അവരെ 7 വർഷത്തിന് ശേഷം അവരെ എന്ത് ചെയ്യും? സ്വാതന്ത്ര്യമാക്കാം. അവർക്ക് വീട്ടിൽ നിന്ന് കടന്ന് മടങ്ങിപ്പോകാം. എന്നാൽ ഈ അടിമയ്ക്ക്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, വീട്ടിൽ നിന്ന് പോകണ്ട എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം? കട്ടളയുടെ മേൽ ചെവി വെച്ചിട്ട് അതിലെന്ത് ചെയ്യണം? കിഴുത്തയിടണം. ആണി അടിച്ച് കയറ്റി അത് എന്ത് ചെയ്യണം? പരിച്ഛേദനയേറ്റ് എന്ത് ചെയ്യണം? പ്രൈസ് ദി ലോർഡ്. ഒരു ഡിക്ലറേഷൻ അവൻ ചെയ്യുകയാണ്. എന്താണ്? ഞാൻ ഇന്നു മുതൽ ഈ ഭവനത്തിലെ ഒരു അടിമയാണ്, ദാസനാണെന്നുള്ള കാര്യം എന്ത് ചെയ്യുകയാണ്? സ്വയം, പ്രൈസ് ദി ലോർഡ്, പ്രഖ്യാപിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവസ്നാനിക്ക് ദൈവത്തിന്റെ പൈതൽ നമ്മുടെ ചെവി എന്തൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. കേൾപ്പാൻ വേഗതയും പറവാൻ എന്താ ഉണ്ടാക്കണം? അംശം ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നമുക്കറിയാം, ഓൺലൈനിലൊക്കെ ഇഷ്ടം പോലെ എന്തുണ്ട്?
മെസ്സേജസ് ഉണ്ട്. ഞങ്ങളുടെ സഭയിൽ ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്, കേട്ടോ കുഴപ്പമൊന്നുമില്ല, പ്രൈസ് ദി ലോർഡ്, പക്ഷെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുതിയ കാര്യം എന്തെങ്കിലും കേൾക്കുന്നെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളുടെ ദൈവദാസനോടോ സഭയിലെ മൂപ്പന്മാരോടോ ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കി വേണം എന്ത് ചെയ്യുവാൻ? അത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യുവാൻ. കാരണം പിശാചെന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങൾ നമ്മൾ വർഷങ്ങൾ പ്രസംഗിച്ചാലും കേൾക്കത്തില്ല, അനുസരിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ വചനത്തിന് വിരുദ്ധമായി ചെറിയൊരു കാര്യം മതി, എന്ത് ചെയ്യും? പെട്ടെന്ന് എന്ത് ചെയ്യും? അബ്സോർവ് ചെയ്യും, അപ്ലൈ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കേൾക്കുന്നത് എന്ത് വേണം? പരിച്ഛേദന ഏറ്റിട്ട് വേണം കേൾക്കുവാൻ, ജീവിതത്തിൽ അപ്ലൈ ചെയ്യുവാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മൾ കേൾക്കുന്നതെല്ലാം ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. അതെന്ത് ചെയ്യണം? ശോധന. അതാണ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾ കേൾക്കുന്നത് എന്ത് ചെയ്യണം? അത് അങ്ങനെ തന്നെയോ എന്ന് എന്ത് ചെയ്യണം? ശോധന ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ ചെറിയ വിഷയങ്ങൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞിട്ട് നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. സമയം നമ്മുടെ മുമ്പിൽ അധികമില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം 51-ാം വാക്യം. ശാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന ഇല്ലാത്തവരുമായുള്ളവരെ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറന്നു നിൽക്കുന്നു. പരിച്ഛേദന ഇല്ലായികയാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? പരിശുദ്ധാത്മാവോട് എന്ത് ചെയ്യുന്നു? मरतु निल्कुन्नु. प्रेज़ द लॉर्ड. हालेलुया. मैं आज यिर्मयाह नबी के किताब 6वीं अध्याय 8 से 10 तक वहां पे मेरा संदेश का मुख्य संदेश का विषय यह है, हमारे कानों में क्या करना है? कटनी, छेद करना है. प्रेज़ द लॉर्ड. पुराने नियम में इस्राएली, हालेलुया, एक जब गुलाम 7 साल के बाद वो घर छोड़कर बाहर जाता है या अपना आजाद होता है, जब उसको आजाद नहीं होना है, उसको घर में रहना है, तो उसको कान में क्या करना है? प्रेज़ द लॉर्ड. छेद करना है. प्रेज़ द लॉर्ड. वो दरवाजे के पास लगाकर कान में क्या करना है? छेद लगाकर एक निशानी देना है, बोलना है मैं ये घर छोड़कर नहीं जाऊंगा, मैं यहाँ का गुलाम रहूंगा हमेशा जिंदगी भर. प्रेज़ द लॉर्ड. ഇന്ന് പകൽക്കാലം ദൈവസ്ഥനായ ദൈവത്തിന്റെ പൈതലെ, നമ്മൾ ദൈവസ്ഥനിൽ ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ പുറത്തു പോകുവാൻ വ്യവസ്ഥയില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചിലർ പറയാറുണ്ട് രക്ഷ നഷ്ടപ്പെടും. രക്ഷ നഷ്ടപ്പെടത്തില്ല കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഇത് പുതിയ ഉപദേശമാണ് അല്ലേ? രക്ഷ നഷ്ടപ്പെടത്തില്ല, ശരിയാ. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? ദൈവം എടുക്കത്തില്ല. ദൈവം ഒരിക്കലും ഒരു പ്രാവശ്യം നമുക്ക് രക്ഷ നൽകി തന്നാൽ ദൈവം ഒരിക്കലും തിരിച്ചെടുക്കത്തില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നഷ്ടപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പൊ ഞാൻ സ്മിതേഷ് പറഞ്ഞ ഒരു ഗിഫ്റ്റ് കൊടുത്താൽ ഞാൻ എപ്പോഴെങ്കിലും ആ ഗിഫ്റ്റ് പോയി തിരിച്ചെടുക്കുമോ? നാളെ പോയി പറയുമോ സഹോദരൻ എനിക്ക് തിരിച്ചു തന്നേരെന്ന് പറയൂ? കാരണം ഞാൻ ഗിഫ്റ്റ് കൊടുത്തതാണ്. രക്ഷ എന്ന് പറഞ്ഞ എന്താണ്? നമുക്ക് ദൈവത്തിന്റെ ദാനമാണ്. അത് ദാതാവ് ഒരിക്കലും തിരിച്ചെടുക്കുകയില്ല. എന്നാൽ സ്മിതേഷ് പറഞ്ഞ് വേണമെങ്കിൽ എന്ത് ചെയ്യാം? അത് നശിപ്പിച്ച് കളയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രക്ഷ ഒരിക്കലും നഷ്ടപ്പെടുത്തില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നഷ്ടപ്പെടുത്താം. അതുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം എങ്ങനായിരിക്കണം? ഭക്തിയോടെ സൂക്ഷിച്ച്, ഹല്ലേലൂയ, നമ്മൾ ജീവിച്ചില്ല എങ്കിൽ അതിനാണ് പറയുന്നത് നമ്മുടെ ചെവിയെ എന്ത് ചെയ്യണം? പരിച്ഛേദന ഏൽക്കണം. ഹല്ലേലൂയ. उद्धार कभी नष्ट नहीं होता है, परमेश्वर वापस नहीं लेता है, क्योंकि उद्धार क्या है? परमेश्वर का दान है, लेकिन उद्धार हम नष्ट कर सकते हैं. जो उद्धार हमें दान देता है वो कभी वापस नहीं लेगा, लेकिन हमें जो दान मिला है उद्धार, हम क्या कर सकते हैं? उसको नुकसान पहुंचा सकते हैं, उसको नष्ट कर सकते हैं. प्रेज़ द लॉर्ड. हालेलुया. इसलिए हम क्या करना है? अपना आत्मिक जिंदगी, हमारा मसीह जिंदगी बड़ी पवित्रताई के साथ जिंदगी बिताना है. നമ്മുടെ ക്രിസ്തീയ ജീവിതം വളരെ എന്താണ്? പരിശുദ്ധമായി നമ്മൾ ജീവിച്ചില്ല എങ്കിൽ ഈ രക്ഷ നമുക്ക് നഷ്ടപ്പെടുത്താം. ഇന്ന് പകൽക്കാലം ദൈവസ്നേഹിക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ, നമ്മുടെ ചെവി എന്ത് ചെയ്യണം? ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കണമെന്നുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ ആലോചന നമുക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെവി എന്ത് ചെയ്യണം? പരിച്ഛേദന ഏൽക്കണം.
हालेलुया। यदि पवित्र आत्मा का आवाज हमने सुनना है, पवित्र आत्मा का आवाज यदि हमें पहचानना है, तो हमारी कान का क्या करना है? कटनी करना है, छेद करना है अपने आप को परमेश्वर का गुलाम, इंसान का नहीं। Praise the Lord। फिर किसका? कोई कलीसिया का नहीं, कोई डिनोमिनेशन का नहीं, हम परमेश्वर का गुलाम होकर अपने आप को समर्पण करना है। हालेलुया। ഇന്ന് പല മനുഷ്യർക്കും വിശ്വാസികൾക്കും ദൈവത്തെക്കാൾ കൂടുതലായി ആരോടാണ് കൂറും കടപ്പാടും? ഡിനോമിനേഷനോട്, സഭയോടാണ്. വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞു, നമ്മുടെ സഭയോട് നല്ല കൂറ് വേണം, സ്നേഹം വേണം, കടപ്പാട് വേണം. അതിലുപരിയായി നമുക്ക് ആരോടാണ്? നമുക്ക് രക്ഷ നൽകിയത് ഒരു സഭയല്ല, ഡിനോമിനേഷൻ അല്ല. നമുക്ക് രക്ഷ നൽകിയ സ്വർഗത്തിലെ ദൈവം കാൽവരി തന്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി നൽകി തന്നു. താൻ അവസാനത്തെ രക്തം വരെ ഊറ്റി നൽകി തന്ന നമ്മളെ വിലയ്ക്ക് വാങ്ങിയ സ്വർഗത്തിലെ ദൈവത്തോട് നമുക്ക് സ്നേഹവും ആത്മാർത്ഥതയും കൂറും ഉണ്ടായിരിക്കണം. हालेलुया। हमारे लिए जीवन दिया हुआ, खून बहाया हुआ यीशु मसीह से हमारा प्यार होना चाहिए। कोई संस्था से नहीं, कोई इंसान से नहीं, परमेश्वर से हमारा प्यार, हमारी हालेलुया, हमारी इज्जत और हमारी आदर उसको देना चाहिए। प्रेज़ द लॉर्ड। हालेलुया। हमारा परमेश्वर आदर के योग्य है, महिमा के योग्य है, वो सर्वशक्तिमान है। हमारे परमेश्वर के प्रेरितों के काम 7वें अध्याय 51 आयत में लिखा है, यदि पवित्र आत्मा की आवाज को सुनना है तो हमारी कान का क्या करना है? कटनी करना है, छेद करना है। प्रेज़ द लॉर्ड। हालेलुया। हमारी कान कैसा होना चाहिए? हालेलुया। प्रेज़ द लॉर्ड। സങ്കീർത്തനം 40:6 മുതൽ 8 വരെ. സങ്കീർത്തനം നീ ഹനനയാഗവും ഭോജനയാഗവും നീ ഇച്ഛിച്ചില്ല, നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു. ആ ആ ആ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹനനയാഗവും ഭോജനയാഗവും നീ ഇച്ഛിച്ചില്ല. പിന്നെ ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്? നമ്മുടെ ചെവികളെ തുളയ്ക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. ചെവിക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഹൃദയത്തിനെ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് നമ്മുടെ ചെവി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മുടെ ചെവി ഏത് ശബ്ദമാണ് കേൾക്കുന്നത്? പല ശബ്ദങ്ങൾ നമ്മൾ കേൾക്കും, പക്ഷെ നമുക്ക് മനസ്സിലാകണം ഏത് ശബ്ദമാണ് ഇടയന്റെ ശബ്ദമെന്ന്. ആട് തൻ്റെ ഇടയന്റെ ശബ്ദം തിരിച്ചറിയുന്നു. ഇന്ന് പകൽക്കാലം നമ്മുടെ ചെവി തുളച്ചില്ല എങ്കിൽ, നമ്മുടെ ചെവിക്ക് പരിച്ഛേദന ഏറ്റില്ല എങ്കിൽ ആ ഇടയന്റെ ശബ്ദം മനസ്സിലാകുവാൻ സാധിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് പല ശബ്ദങ്ങൾ നമ്മുടെ ഫ്രീക്വൻസിയിൽ കയറി വരുമ്പോൾ, നമ്മൾക്കറിയാം റേഡിയോ ഫ്രീക്വൻസി ഒക്കെ അത് ട്യൂൺ ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് ട്യൂൺ ചെയ്തില്ല എങ്കിൽ വേറെ ശബ്ദങ്ങളൊക്കെ കയറി വരും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഹൃദയം ദൈവത്തോട് പ്രോപ്പറായിട്ട് ട്യൂൺ ചെയ്തില്ല എങ്കിൽ പല ശബ്ദങ്ങൾ ദൈവശബ്ദം പോലെ തോന്നുന്ന പല ശബ്ദം നമ്മൾ കേൾക്കുവാൻ ഇടയാകും. പക്ഷെ ഇടയന്റെ ശബ്ദം തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമ്മുടെ ചെവികളെ തുളയ്ക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ചെവിയെ തുളച്ചില്ല എങ്കിൽ ദൈവശബ്ദം കേൾക്കുവാൻ നമുക്ക് കഴിയുകയില്ല. ദൈവശബ്ദം കേട്ടില്ല എങ്കിൽ നമ്മൾ ക്രിസ്തീയ ജീവിതത്തിൽ നിന്ന് വീണു പോകും. നമ്മളെ നിലനിർത്തുന്നത് ദൈവത്തിന്റെ ശബ്ദമാണ്. ദൈവസഭ, നമ്മൾ കൂടുന്ന ദൈവസഭ, ഞാൻ പറഞ്ഞിട്ട് കഴിവതും ഞാൻ മുമ്പ് ഓർപ്പിച്ചതുപോലെ തന്നെ നമുക്കറിയാത്ത ഓൺലൈൻ മെസ്സേജസ് ഒന്നും നമ്മൾ കേൾക്കരുത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ പറയും ദൈവവചനം കേൾക്കുകയല്ലേ? ദൈവവചനം കേട്ടു, പക്ഷെ നമുക്ക് ചോദ്യം ചെയ്യുവാനും സംശയം വരുമ്പോൾ ആ വ്യക്തിയോട് പോയി ചോദിക്കാനുമുള്ള ഒരു കോണ്ടാക്ട് ഉണ്ടെങ്കിൽ മാത്രമേ കേൾക്കാവൂ. അല്ലെങ്കിൽ എത്ര നല്ല ദൈവദാസന്മാരായിക്കോട്ടെ, അത് വിട്ടേക്കണം. പ്രൈസ്. ഞാൻ കേൾക്കുന്നത് എതിരല്ല, പക്ഷെ പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കത്തില്ല. തെറ്റേതാ ശരി ഏതാണെന്ന് നമുക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കത്തില്ല. വി കനോട്ട്
ഹല്ലേലൂയ ഡിസേൺ ഇറ്റ്, നമുക്കത് മനസ്സിലാകുവാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിച്ച് ക്രിസ്തീയ ജീവിതം നയിച്ചില്ല എങ്കിൽ വീണു പോകുവാൻ സാധ്യതയുണ്ട്. ദൈവിക നന്മകൾ ദൈവത്തിൽ നമ്മൾ വിശുദ്ധിയോടെ വേർപാടോടെ ദൈവത്തെ ആരാധിക്കുന്നു, സേവിക്കുന്നുവെങ്കിൽ സ്വർഗത്തിലെ നന്മകൾ ദൈവം നമുക്ക് ഓട്ടോമാറ്റിക്കായി നൽകി തരും. മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ സകലവും ലഭിക്കുന്ന അവിടെ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ട്? മേളിൽ പറഞ്ഞത് ഇരിക്കുന്നത് ഒക്കെയും ലഭിക്കുമെന്നാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവിക നന്മകൾക്ക് എപ്പോഴും എന്തുണ്ട്? ഒരു കണ്ടീഷനുണ്ട്, വ്യവസ്ഥയും. വ്യവസ്ഥയില്ലാത്ത ഒരു നന്മയും ദൈവിക നന്മയല്ല. പ്രൈസ് ദി ലോർഡ്, അല്ലേ? ഇന്ന് പകൽക്കാലം ദൈവത്തിന് നന്മ നമ്മൾ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? വ്യവസ്ഥ നമ്മൾ പാലിക്കണം, ആചരിക്കണം. വിശുദ്ധി വേർപാട് നമ്മൾ ആചരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വിശുദ്ധിയും വേർപാടും ഇല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് മുന്നേറുവാൻ കഴിയുകയില്ല. നമുക്ക് ലോകവും വേണം, യേശുവും വേണം, അല്ലേ? ലോകത്തിലെ എല്ലാ മോഹം വേണം, ലോകത്തിലെ സിനിമാ പാട്ടും വേണം, ലോകത്തിലെ സഭയിലെ നമ്മുടെ ക്രിസ്തീയ പുസ്തകത്തിലെ സിയോൻ ഗീതാവിലെ പാട്ടും വേണം. എല്ലാം വേണമെന്ന് വെച്ചാൽ നടക്കൂ? നമ്മൾ വേർപാട് ആചരിക്കേണ്ടടുത്ത് വേർപാട് ആചരിക്കണം, വിശുദ്ധി ആചരിക്കേണ്ടത് വിശുദ്ധി ആചരിക്കണം. अलगदाई और पवित्रताई मसीह जिंदगी में बहुत जरूरी है. यदि हम अलगदाई और पवित्रताई अपने जीवन में पालन नहीं करेंगे तो मसीह का आशीष हम नहीं पाएंगे. मत्ती का सुसमाचार में इस प्रकार लिखा है, पहला उसका राज्य और धार्मिकता का खोज करो, उसके बाद क्या मिलेगा? सारी आशीष ऊपर जो लिखा है, सारी आशीष हमें मिलेगा. पहले परमेश्वर का राज्य और धार्मिकता का खोज हम करने के लिए कोशिश करें तो स्वर्ग की आशीषें परमेश्वर हमें देते रहेंगे. ഒരു നന്മയ്ക്കും കുറവ് വരത്തില്ല കേട്ടോ. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെയും ലഭിക്കും. പ്രൈസ്. നമ്മളെ ദൈവം ഈ ഭൂമിയിലാക്കി വെച്ചത് ഇവിടുത്തെ ചില ജോലി ചെയ്ത് ജീവിക്കുവാനല്ല, അതിലുപരിയായി കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് വിശ്വസ്തയോടെ ആയിരിക്കുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഇവിടെ വായിച്ചു, നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ചെവികളെ എന്ത് ചെയ്യണം? തുളയ്ക്കണം. ഇനി എന്തിനാണ് ഈ ചെവി, എന്തിനാണ് തുളയ്ക്കുന്നത്? വേറെ എന്തെല്ലാം ചെയ്യാമായിരുന്നു, അല്ലേ? വേറെ എന്തെല്ലാം വഴിയുണ്ടായിരുന്നു? ഗലാത്യ ലേഖനം 6:17. ഇനി ആരും എനിക്ക് പ്രയാസം വരുത്തരുത്, ഞാൻ യേശുവിന്റെ ചൂടടയാളം എന്റെ ശരീരത്തിൽ വഹിക്കുന്നു. ഞാൻ യേശുവിന്റെ ചൂടടയാളം എന്ത് ചെയ്യുന്നു? എന്റെ ശരീരത്തിൽ. അപ്പോസ്തലനായ പൗലോസ് തന്നെ കഷ്ടതയൊക്കെ ഏറ്റിട്ട് പറയുകയാണ്, ഞാൻ ക്രിസ്തുവിൻ്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ എന്ത് ചെയ്യുന്നു? നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു ചൂടടയാളം ഉണ്ടോ? ഉണ്ടോ? പൗലോസിനോടുകൂടെ ചേർന്ന് നമുക്ക് എന്തെങ്കിലും പറയുവാൻ നമുക്ക് വകയുണ്ടോ? വ്യവസ്ഥയുണ്ടോ? എന്താണ് ക്രിസ്തുവിന് വേണ്ടി നമ്മൾ കഷ്ടം സഹിച്ചിരിക്കുന്നത്? പ്രത്യേകിച്ച് അടയാളമൊന്നുമില്ലെങ്കിലും എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടോ? ഇന്ന് പകൽക്കാലം ഒന്ന് ചോദിച്ചേ, എന്തിനാണ് പിയേഴ്സിങ്, എന്തിനാണ് ഈ ചെവി തുളയ്ക്കുന്നത്? ക്രിസ്തുവിൻ്റെ ചൂടടയാളം ശരീരത്തിൽ വഹിക്കേണ്ടത്. ഇന്ന് പകൽക്കാലം ദൈവസ്നേഹിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ എക്സ്പീരിയൻസിൽ എന്തെങ്കിലും ഒരു പൗലോസിന് പറയാനുണ്ട്. പൗലോസിന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്നാ പ്രയോജനം? പൗലോസിൻ്റെ വാക്യം നമ്മൾ ഏറ്റെടുത്ത് പറഞ്ഞത് കൊണ്ട് നമുക്ക് എന്നാ കാര്യം? ഞാൻ പലപ്പോഴും പറയാനുണ്ട്, ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഓരോ കാര്യങ്ങളും എന്തിനു വേണ്ടി ഉള്ളതാ? നമ്മളെ ഉത്തേജിപ്പിക്കാനല്ല, പിന്നെ എന്തിനു വേണ്ടിയുള്ളതാ? നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാനാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മളെ ഇന്ന് ഒന്ന് ഇളക്കി മറിക്കാനല്ല. പ്രൈസ് ദി ലോർഡ്. പിന്നെ എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ജീവിതത്തിൽ അത് അനുഭവിക്കുവാൻ, യാഥാർത്ഥ്യമാക്കുവാൻ, പ്രാക്ടിക്കലാക്കുവാൻ, അപ്ലൈ ചെയ്യുവാൻ വേണ്ടിയാണ്. പൗലോസ് പറയുകയാണ്, ക്രിസ്തുവിൻ്റെ എൻ്റെ ശരീരത്തിൽ ക്രിസ്തുവിൻ്റെ ചൂടടയാളം ഞാൻ വഹിക്കുകയാണ്. ഇന്ന് പകൽക്കാലം നമ്മൾ എന്തെങ്കിലും നമ്മുടെ ശരീരത്തിലുണ്ടോ ചൂടടയാളം? നമ്മൾ ക്രിസ്തീയ മാർഗം നന്മ പ്രാപിക്കുവാനും, ഹല്ലേലൂയ സ്തോത്രം,
ഹല്ലേലൂയ. നമ്മൾ സ്ഥാനപ്പെട്ടത് എന്തിനു വേണ്ടിയാണ്? ചില നന്മകൾ പ്രാപിക്കുവാനാണോ? വിടുതൽ പ്രാപിക്കുവാനാണോ? നമ്മൾ ഈ ബൈബിൾ ഏറ്റെടുത്തത് എന്തിനാണ്? ഈ ബൈബിൾ ഏറ്റെടുത്തത്, കയ്യിൽ ഏറ്റെടുത്തത് ചില നന്മകൾ പ്രാപിക്കുവാനല്ല. പിന്നെന്തിനാണ്? നമ്മുടെ ആത്മാവിനെ നിത്യതയിൽ ചേർക്കപ്പെടുവാൻ. വേറെ ഒരു ഉദ്ദേശവുമില്ല. ദൈവത്തിന്റെ ഏറ്റവും വലിയ ദാനം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ആത്മാവിനെ നിത്യതയിൽ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ദാനവും പ്രോമിസും. ഏറ്റവും വലിയ വാഗ്ദത്തം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിനെ നിത്യതയിൽ കൊണ്ടുപോകാമെന്നാണ്. പ്രവചനം എന്തിനുള്ളതാണ്? നിങ്ങൾ അമേരിക്കയെ കൊണ്ടുപോകാമെന്നും ആഫ്രിക്കയെ കൊണ്ടുപോകാമെന്നും യൂറോപ്പിൽ കൊണ്ടുപോകാമെന്നും മഞ്ഞുള്ള ദേശത്ത് കൊണ്ടുപോകാമെന്നും ഒക്കെ പറയാനാണോ പ്രവചനം? നമ്മൾ പ്രസംഗിക്കുന്നതാണെങ്കിലും പ്രാർത്ഥിക്കുന്നതാണെങ്കിലും പ്രവചിക്കുന്നതാണെങ്കിലും അടിസ്ഥാനം എന്താണ്? ഈ ദൈവത്തിൻ്റെ വചനമാണ്. അൾട്ടിമേറ്റ് ഗോൾ എന്താണ്? നമ്മുടെ ദൈവസഭയുടെ ശുദ്ധീകരണം, അല്ലെങ്കിൽ പാപിയായിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാനസാന്തരത്തിന് കാരണമാകണം. പ്രവചിക്കുകയാണെങ്കിൽ അത് വേണമെന്നേ. ഇപ്പം നമ്മൾ കാണുന്ന എത്ര പ്രവാചകന്മാർ നമ്മൾ പ്രവചിച്ചിട്ട് അവരെ എത്ര പേർ രക്ഷിക്കപ്പെടും നമ്മൾ കണ്ടിട്ടുണ്ട്? നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒരാൾ പ്രവചിച്ച് ഒരാൾ മാനസാന്തരപ്പെടുന്നതായിട്ട് ആരെങ്കിലും? ഞാനൊരു കഴിഞ്ഞൊരു 10-15 വർഷമായിട്ട് ആരെയും ഞാൻ കണ്ടിട്ടില്ല. ആരെങ്കിലും പ്രവചിച്ച് രക്ഷിക്കപ്പെടുന്നത് ഞാൻ കണ്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. പ്രവചിക്കുന്നതാണെങ്കിലും പ്രസംഗിക്കുന്നതാണെങ്കിലും ഇവിടെ കൊയർ പാടിയല്ലോ, നല്ല പാട്ടുകളൊക്കെ പാടി, ആ പാടുന്നത് കൊണ്ട് എന്ത് നേടണം? പ്രൈസ് ദി ലോർഡ്. സഭയ്ക്ക് നമ്മൾ പോയി കൈകൊട്ടി ഇളകുന്നതിലല്ല. പ്രൈസ് ദി ലോർഡ്. പാട്ട് പാടുന്ന ശുശ്രൂഷ കൊണ്ടും പ്രസംഗിക്കുന്നത് കൊണ്ടും പ്രാർത്ഥിക്കുന്നത് കൊണ്ട് എന്ത് നേടണം? ആത്മാക്കളെ നേടുവാനായിരിക്കണം നമ്മുടെ ലക്ഷ്യം. കൊയറിന്റെ പാട്ട് കൊണ്ടും അല്ലെങ്കിൽ ലക്ഷ്യം ഇതായിരിക്കണം, ഒരാത്മാവിനെങ്കിലും നേടണമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ചെവി എന്തിനാണ് പിയേഴ്സിങ്? പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കുവാൻ. എന്തിനാണ് നമ്മുടെ കാതുകളെ ഹല്ലേലൂയ എന്ത് ചെയ്യുന്നത്? തുളയ്ക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി എന്തിനാണ് ഈ ചെവി എവിടെ വെച്ചാ? ഒത്തിരി കാര്യങ്ങളുണ്ട്, എന്നാൽ സമയം കഴിഞ്ഞു പോകാൻ നിർത്തുകയാണ്. എവിടെ വെച്ചാ ഇത് ചെവി തുളയ്ക്കുന്നത്? ഡോർ, കട്ടളക്കാലിന്മേൽ. എന്തുകൊണ്ടാണ് കട്ടളക്കാൽ? വേറെ എന്തെല്ലാം ചെയ്യാമായിരുന്നു അല്ലേ? പ്രൈസ് ദി ലോർഡ്. വേറെ എന്തെല്ലാം വഴിയുണ്ട് ചെവി തുളയ്ക്കാൻ? ടേബിളെ വെച്ച് തുളയ്ക്കാം, വേറെ എവിടെയെങ്കിലും വെച്ച് എന്ത് ചെയ്യാം? ഒരു ആണി വെച്ച് അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത്, ഇത് വെച്ചിട്ട് തുളയ്ക്കാൻ സാധിക്കും. പക്ഷെ എന്തുകൊണ്ട് ഉള്ളി ഡോർ, എന്തുകൊണ്ട് കട്ടളക്കാൽ അല്ലെങ്കിൽ വാതിൽ മാത്രം എന്താണ് വെച്ചത്? യേശു പറഞ്ഞു, ഞാൻ തന്നെ എന്താകുന്നു? വാതിലാകുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ചെവി ആരിലാ തുളയ്ക്കേണ്ടത്? കർത്താവായ യേശു ക്രിസ്തുവിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏകദേശം 39 പ്രാവശ്യം യേശു പറഞ്ഞിട്ടുണ്ട് വാതിലാകുന്നു. പ്രൈസ് ദി ലോർഡ്. വാതിലാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ഇനി എന്തുകൊണ്ട് നമുക്കറിയാം, അതുകൊണ്ട് ഇതിൽ കടന്നു പോകുന്നില്ല, സമയം കഴിഞ്ഞു, അതുകൊണ്ട് നിർത്തുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. അടുത്തത് ഹല്ലേലൂയ. സ്തോത്രം. എന്തുകൊണ്ട് ചെവി മാത്രം? വേറെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമായിരുന്നു? കയ്യെ തുളയ്ക്കാം അല്ലേ? നാക്ക് തുളയ്ക്കാം, ചിറി തുളയ്ക്കാം. ഇപ്പോഴത്തെ നമുക്കറിയാമല്ലോ എന്തെല്ലാം ആൾക്കാരൊക്കെ എന്തെല്ലാം തുളച്ചുകൊണ്ട് കാണിക്കുന്നു, നമുക്ക് കാണുന്ന കാഴ്ചയല്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തുകൊണ്ട് ചെവി മാത്രം തുളയ്ക്കാൻ പറഞ്ഞു? പ്രൈസ് ദി ലോർഡ്. വായിച്ച് ലേവ്യ പുസ്തകം 8-ാം അധ്യായം 1-ാം വാക്യം. യഹോവ പിന്നെയും മോശയോട്, നീ അഹരോനെയും അവനോടുകൂടി അവന്റെ പുത്രന്മാരെയും വസ്ത്രം, അഭിഷേക തൈലം, പാപയാഗത്തിനുള്ള കാള, 2 ആട്ടുകൊറ്റന്മാർ, കുട്ടയിൽ പുളിപ്പില്ലാത്ത അപ്പം എന്നിവയുമായി കൊണ്ടുവരികയും സഭയെ മുഴുവനും സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ കൂട്ടുകയും ചെയ്യുക എന്ന് കൽപ്പിച്ചു.
യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ മോശ ചെയ്തു. ഉം. സഭ സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ വന്നുകൂടി. ഉം. മോശ സഭയോട് ഉം. യഹോവ കൽപ്പിച്ച കാര്യം ഇതാകുന്നു എന്ന് പറഞ്ഞു. ഉം. മോശ അഹരോനെയും പുത്രന്മാരെയും അടുക്കൽ വരുത്തി ഉം. അവരെ വെള്ളം കൊണ്ട് കഴുകി. ഉം. അവനെ ഉള്ളങ്കി ഇടിവിച്ച് നടുക്കെട്ട് കെട്ടിച്ച് ഉം. അങ്കി ധരിപ്പിച്ച് ഏഫോദ് ഇടിവിച്ച് ഉം. ഏഫോദിന്റെ ചിത്രപ്പണിയായ നടുക്കെട്ട് കെട്ടിച്ച് ഉം. അതിനാൽ അത് മുറുക്കി. ഉം. അവനെ പതക്കം ധരിപ്പിച്ചു. ഉം. പതക്കത്തിൽ ഊറീമും തുമ്മീമും വെച്ചു. ഉം. അവന്റെ തലയിൽ മുടി വെച്ചു. സമയമില്ലാത്തതുകൊണ്ട് 14-ാം അധ്യായം 1 മുതൽ 4 വരെ വായിച്ചാണ്. 14-ाम अध्याय लेवी व्यवस्था का पुस्तक 8वीं अध्याय पहला आयत, लेवी व्यवस्था का पुस्तक 14 अध्याय 14 1 से लेकर 4 तक. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, ആ. കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണ ദിവസത്തിൽ ആ. അവനെ സംബന്ധിച്ചുള്ള പ്രമാണമാവിത്. ആ. അവനെ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരേണം. ആ. പുരോഹിതൻ പാളയത്തിന് പുറത്തു ചെല്ലണം. ആ. കുഷ്ഠരോഗിയുടെ കുഷ്ഠം സുഖമായെന്ന് പുരോഹിതൻ കണ്ടാൽ ഉം. ശുദ്ധീകരണം കഴിവാനുള്ളവന് വേണ്ടി ഉം. ജീവനും ശുദ്ധിയുമുള്ള 2 പക്ഷി, ദേവദാരു, ആ. ചുവപ്പ് നൂൽ, ഈസോപ്പ് എന്നിവയെ കൊണ്ടുവരുവാൻ കൽപ്പിക്കണം. ഇനി 14 മുതൽ ഒന്ന് വായിച്ചാൽ 14 മുതൽ ആദ്യം. പുരോഹിതൻ അകൃത്യയാഗത്തിന്റെ രക്തം കുറെയെടുത്ത് ആ. ശുദ്ധീകരണം കഴിയുന്നവന്റെ വലത്ത് കാതിന്മേലും ആ. വലത്ത് കൈയുടെ പെരുവിരലിന്മേലും ആ. വലത്ത് കാലിന്റെ പെരുവിരലിന്മേലും പുരട്ടേണം. അപ്പം ഹല്ലേലൂയ, സ്തോത്രം. പഴയ നിയമത്തിൽ ഒരു കുഷ്ഠരോഗി സൗഖ്യം പ്രാപിക്കുമ്പോൾ അവനെ ചെയ്യുന്ന ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയയാണ് എന്ത്? ആ രക്തം ചെവിയിലും പെരുവരലിലും കാലിലെ പെരുവരലിലും എന്ത് ചെയ്യണം? ആ യാഗത്തിന്റെ രക്തം പുരട്ടണം. പ്രൈസ് ലോർഡ്. ഒരു പുരോഹിതനെ അഭിഷേകം ചെയ്യുമ്പോൾ ഒരു കുഷ്ഠരോഗിയെ ആക്കി എന്ന് പ്രഖ്യാപിക്കുവാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്, പ്രോസസ്സാണ് എന്ത്? ഈ രക്തം പുരട്ടുക എന്നുള്ളത്. നമുക്കറിയാം, പഴയ നിയമത്തിൽ കാര്യങ്ങളൊക്കെ അറിയാം. എന്നാൽ ഇന്ന് രാത്രികാലം ഇന്ന് പകൽക്കാലം ദൈവസ്വനായിക്ക് ദൈവമക്കളെ, നമ്മുടെ ചെവി, പഴയ നിയമത്തിൽ നമുക്ക് കുഷ്ഠമുണ്ടായിരുന്നു അല്ലേ? എന്തായിരുന്നു നമ്മുടെ കുഷ്ഠം? പാപമാകുന്ന കുഷ്ഠം. നമ്മളെല്ലാം രാജകീയ പുരോഹിത വർഗമല്ലേ? പ്രൈസ് ലോർഡ്. നമ്മളെ അഭിഷേകം ചെയ്യുമ്പോൾ നമ്മുടെ ചെവി, വലതെ ചെവിയിലും വലതെ പെരുവിരലിലും വലതെ കാലിൻ്റെ പെരുവിരലിലും എന്ത് ചെയ്യണം? ആ രക്തം, യേശുവിൻ്റെ രക്തം പുരട്ടി ശുദ്ധീകരിക്കുവാനിടയാകണം. ഇന്ന് പകൽക്കാലം നമ്മുടെ ചെവി ശുദ്ധീകരണം പ്രാപിച്ചിട്ടുണ്ടോ? ദൈവ ശബ്ദം കേൾക്കുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേൾക്കുവാൻ നമ്മുടെ ചെവി ഹല്ലേലൂയ ശുദ്ധീകരണം പ്രാപിച്ചിട്ടുണ്ടോ എന്ന് നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചാട്ടെ. പ്രൈസ് ലോർഡ്. ഇല്ലെങ്കിൽ ഇന്ന് പകൽക്കാലം ആ യേശുവിൻ്റെ രക്തം കൊണ്ട് നമ്മുടെ ചെവി ഹല്ലേലൂയ നമ്മൾ എന്ത് ചെയ്യണം? തുളയ്ക്കണം, ശുദ്ധീകരിക്കണം. പ്രൈസ് ലോർഡ്. നമുക്കൊരു പക്ഷേ ഫിസിക്കലായിട്ട് ഹല്ലേലൂയ തുളയ്ക്കുവാൻ ആവശ്യമില്ലെങ്കിൽ പോലും ആത്മീകമായി ആ രക്തം പുരട്ടി നമ്മൾ എന്ത് ചെയ്യണം? ശുദ്ധീകരണം പ്രാപിക്കുന്നവരാകണം. ഇന്ന് പകൽക്കാലം നമ്മൾ തയ്യാറാണോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേൾക്കുവാൻ നമ്മൾ തയ്യാറാണോ? നമ്മുടെ കണ്ണുകളെ നടച്ചാട്ട് ദൈവത്തിൽ നിന്നും സമർപ്പിച്ചാട്ട്. ഇതുവരെയും നമ്മൾ കേൾക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന നസറനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കേണ്ടതിനായി നമ്മെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചാട്ട് നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവരായിരിക്കാം. ഇന്ന് പകൽക്കാലം ആരെങ്കിലും രക്ഷിക്കപ്പെടാത്തവരുണ്ടെങ്കിൽ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കണം. ആരെങ്കിലും സ്നാനപ്പെടുവാനുണ്ടെങ്കിൽ പിതാവിൻ്റെ പുത്രനെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുവാൻ തീരുമാനമെടുക്കുന്ന പകൽക്കാലമായി തീരട്ടെ. ആരെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ പ്രാപിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവസൻ നിലവിളിയോടെ കാത്തിരിക്കുവാൻ തയ്യാറായിക്കേ. ദൈവമേ, നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ. ഹല്ലേലൂയ. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും. ദൈവ ഇഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും നിലനിൽക്കും. ഇന്ന് പകൽക്കാലം നമുക്ക് ലോകവും ഹല്ലേലൂയ ദൈവവും വേണമെന്ന് പറഞ്ഞാൽ 2 വള്ളത്തെ കാല് വെച്ചാൽ നമ്മൾ മുങ്ങിപ്പോകും. ഇന്ന് പകൽക്കാലം യേശുവിനെ വരാറായി, നമ്മുടെ യേശു കർത്താവ് വരാറായി. അടയാളങ്ങൾ വിളിച്ചു പറയുന്നത് मेरा यीशु आने वाला है, निशानी परमेश्वर ने दिया है, चिन्ह परमेश्वर ने दिया है, मेरा यीशु आने वाला है. എൻ്റെ യേശു വരാറായി. My Jesus is going to come. Be prepared. Hallelujah. നമ്മൾ കുറച്ച് കാശുണ്ടാക്കി പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഇവിടെ ജീവിച്ചാൽ ഒന്നും സംഭവിക്കത്തില്ല, ഒന്നും നടക്കത്തില്ല, ഒന്നും കൊണ്ടുപോകത്തില്ല. കൊണ്ടുപോകുന്നത് നമ്മുടെ ആത്മാവാണ്.
കാശ് വേണ്ടെന്നല്ല, ജോലി ചെയ്യണം, കാശ് വേണം, എല്ലാം ആവശ്യമാണ്. പക്ഷെ നമ്മുടെ പ്രൈമറി ഗോൾ എന്തായിരിക്കണം? എൻ്റെ യേശുവിനെ സേവിക്കണം, എൻ്റെ യേശുവിനെ ആരാധിക്കണം എന്നാണ് ആയിരിക്കണം നമ്മുടെ പ്രൈമറി ഗോൾ. ബാക്കിയെല്ലാം സെക്കൻഡറിയാണ്. ബാക്കി ഒന്നും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പോലും അതൊരു പ്രൈമറി ഗോൾ ആക്കരുത്. ബിസിനസ് ചെയ്യാം, ജോലി ചെയ്യാം, എല്ലാം ചെയ്യാം, എല്ലാം ആവശ്യമാണ്. എങ്കിലും അതിൻ്റെ മധ്യത്തിലും നമ്മുടെ പ്രൈമറി നമ്മുടെ ചെവി എന്ത് ചെയ്യണം? തുളയ്ക്കണം. എന്തിനു വേണ്ടി? പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേൾക്കാൻ. അത് തുളയ്ക്കുന്നത് എവിടെ വെച്ചാണ്? യേശു ക്രിസ്തുവിൽ വെച്ച്. നമുക്ക് വേണ്ടി യാഗമായി തീർന്ന, നമുക്ക് വേണ്ടി ഹല്ലുയ, അവൻ്റെ ഹല്ലുയ ഹിന്ദിയിൽ ഹിന്ദിയിലാണ് എനിക്ക് ഇച്ചിരി ഇഷ്ടം. ഉസ്ക പസല്ലി ക്യാ കിയാ ഛേദാ ഗയാ, ഉസ്ക പസല്ലി മേ ഭാലാ മാറാ ഗയാ. എന്തിനു വേണ്ടി? അവൻ്റെ അടിപ്പിണരാൽ മുറിഞ്ഞത് എന്തിനു വേണ്ടിയാണ്? നമുക്ക് സൗഖ്യം നൽകി തരുവാൻ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വചനം ആരെങ്കിലും കേൾക്കുന്നുവെങ്കിൽ നമുക്ക് വേണ്ടി യേശു സൗഖ്യദായകനായി കാൽവറി മരിച്ച ദൈവമാണ്. വചനം ഒന്ന് ഏറ്റെടുത്ത് നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുവാൻ തയ്യാറായിക്കേ. ഇന്ന് പകൽക്കാലം ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുകയാണ്. ഒരു മിനിറ്റ് ഒന്ന് ആരാധിച്ചാട്ട്, ഒരു മിനിറ്റ് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്, നമ്മെ തന്നെ സമർപ്പിച്ചാട്ട്, നമ്മുടെ ചെവികളെ തുളച്ചാട്ട്, നമ്മുടെ ചെവികളെ യേശു ക്രിസ്തുവിലും തുളച്ചാട്ട്. അലിയ രക്തം, ഹല്ലേലൂയ, ഉടലറബ ശരബബബബബബ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവജനത്തെ അനുഗ്രഹിക്കുന്നു, ദൈവജനത്തെ അനുഗ്രഹിക്കുന്നു, ഈ സഭയെ അനുഗ്രഹിക്കുന്നു, ദൈവദാസനെ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഉടലറബ ശരബ. ഞങ്ങളുടെ കർത്താവും ദൈവമായുള്ളവേ, രാവിലെ സമയത്തിനായി സ്തോത്രം. ഈ ദൈവസഭയ്ക്കായി പ്രാർത്ഥിക്കുന്നു, ഇമ്മാനുവേൽ റിവൈവൽ ചർച്ചിനായി പ്രാർത്ഥിക്കുന്നു, പാസ്റ്റർ കുടുംബത്തിനായി, സഭയിലെ എല്ലാ എൽഡേഴ്സിനായി, സൗരന്മാർ, കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവജനത്തെ അനുഗ്രഹിക്കണമേ. അവരേത് ആവശ്യത്തോടെ ഭാരത്തോടെ ഇന്ന് പകൽക്കാലം ദൈവത്തിലായിരിക്കുന്നുവോ ദൈവിക നന്മകൾ പ്രാപിക്കുവാൻ ഇടയാക്കണമേ. ഞങ്ങളുടെ ചെവികളെ നിങ്ങൾ തുളയ്ക്കുവാനുള്ള കൃപ, ഒരു അഭിഷേകം ഞങ്ങൾക്ക് നൽകി തരണമേ. പലപ്പോഴും ഞങ്ങൾ പല ശബ്ദങ്ങൾ കേൾക്കുന്നു കർത്താവേ, എന്നാൽ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. എത്രത്തോളം സമയം ദൈവദാസനും സഭയും നന്ദി അറിയിക്കും. ദൈവം എല്ലാവരെയും